ഹെൽത്ത് ഡ്രിങ്കാക്കി യൂസ് ചെയ്തിട്ട് അവർക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ രാവിലെ ചെന്നൈയിൽ ബിസി ആൾക്കാർ, എല്ലാവരും ബിസിയാണ്. പക്ഷേ മോസ്റ്റ്ലി രാവിലെ ടീച്ചേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് സമയത്ത് നേരത്തെ പോകേണ്ടി വരും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം കുറവായിരിക്കും. അതുകൊണ്ട് അവർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹെൽത്ത് മിക്സ് കുറുക്കിയിട്ട് അതിൻ്റെ കൂടെ 2 ബനാന, 2 ഡേറ്റ്സ്, കുറച്ച് തേന് അങ്ങനെ മിക്സ് ചെയ്ത് ഷേക്ക് മാതിരി ആക്കിയിട്ട് കഴിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ വയറ് നല്ല ഫില്ലായിട്ട് നമ്മൾക്ക് ഉച്ച വരെ കുഴപ്പമില്ല, വിശക്കണില്ല. അപ്പോൾ ആ ഡ്രിങ്ക് മതി. 2 ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഹെൽത്തി ഫുഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കുഴപ്പമില്ല, നമുക്ക് ബോഡിക്കും ഒരു പ്രശ്നം വരുന്നില്ല. നല്ലൊരു എന്താ പറയുക, ക്ഷീണം ഇല്ലാണ്ട് ഇരിക്കേണ്ടതെന്നുണ്ട്. അവർ തന്നെയാണ് ഫീഡ്ബാക്ക് തന്നത് 2-3 പ്രാവശ്യം. വയസ്സായ ആൾക്കാർ ഇപ്പോൾ തന്നെ എക്സാമ്പിൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ 90 വയസ്സായ ഒരു ഏജ്ഡ് ആളാണ്, 90 വയസ്സായി. അപ്പോൾ ഇപ്പോൾ ഒരു 4 മാസം, അപ്പോൾ ഞാൻ ഒരു 4 മാസമായിട്ട് കണ്ടിന്യൂസ് ആയി കൊടുത്തുകൊണ്ടിരിക്കണം. അവർ നല്ലൊരു എനർജറ്റിക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് തന്ന ഫീഡ്ബാക്കാണ്. അപ്പോൾ നമുക്ക് സന്തോഷം അത് കേൾക്കുമ്പോൾ. അതിപ്പോൾ എക്സാമ്പിൾ പറയുന്നത് എൻ്റെ മോൾ ഇപ്പോൾ ഡാൻസറാണ്, കുറേ വർഷങ്ങളായി. അവൾക്ക് ഞാൻ കുറേ വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുവരെ അങ്ങനെ ക്ഷീണം അങ്ങനെ ഇതൊന്നും അവൾ പറയണ കേട്ടിട്ടില്ല. ദൈവം സഹിച്ചത്. ഏറ്റവും വലിയ കാര്യം, അതായത് വീട്ടമ്മ അവർക്ക് എന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് എന്താണ് പറയുക, മാർക്കറ്റിൽ സെല്ല് ചെയ്ത് സംരംഭകമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഒരുപാട് ആളുകൾക്ക് ഇൻസ്പയറിംഗ് ആകുന്ന ഒരു സ്റ്റോറിയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതോടൊന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് വന്നിട്ട് നമ്മൾക്ക് ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ 1 വയസ്സ് 7 മാസം, മാക്സിമം 7 മാസമാണ്. എന്നാലും ഇത് മില്ലറ്റ്സ് ആയതുകൊണ്ട് കുറച്ച് ഡൈജഷൻ ആകാൻ കുറച്ച് കഷ്ടമാണ്. അപ്പോൾ നമ്മൾക്കൊരു 1 വയസ്സ് മുതലാണെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ 8 മാസം മുതലാണെങ്കിൽ കൊടുക്കുക. അപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ചെറിയൊരു സ്പൂൺ എടുത്തിട്ട്, 1/2 സ്പൂൺ എടുത്തിട്ട് പിന്നെ കുറുക്കുമാരി ഉണ്ടാക്കി കൊടുക്കുക. പാല് മറ്റേ ചക്കരയൊക്കെ ഇട്ടിട്ട് കുറുക്കുമാരി ഉണ്ടാക്കി കൊടുക്കുക. അത് 1 വയസ്സ് കഴിഞ്ഞ് 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോൾ അത് കുറച്ചും കൂടി 1 സ്പൂൺ എടുത്തിട്ട് അങ്ങനെ കണ്ടിന്യൂ ഒരു നേരം അങ്ങനെ കൊടുത്തിട്ട് വരാം. പിന്നെ ഒരു ഏജ് ഒരു 10 വയസ്സ് 12 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾക്കൊരു സ്കൂളൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ രാവിലെ കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഷ്ടപ്പാടാണ്, അല്ല അവർക്ക് ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ ദോശയും ഇതൊക്കെ കഴിക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്ലാസ്സിൽ കലക്കിയിട്ട് നാട്ടു ചക്കര ഇട്ടിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കാനില്ല. ഇപ്പോൾ കഴിച്ചില്ല ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ കഴിക്കാണ്ട് പോയി, അമ്മമാരാകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല, കഴിക്കാണ്ട് പോയി അയ്യോ ഒന്നൊന്നും കഴിച്ചില്ല, ആ ഒരു ടെൻഷൻ ഒഴിവാക്കുക. അതേമാതിരി നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ ഈ കുറുക്കായിട്ട് കഴിക്കാൻ മടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ ദോശ ബാറ്ററിൻ്റെ കൂടെ 2 സ്പൂൺ ആഡ് ചെയ്തിട്ട് ഇടുക. അതേപോലെ തന്നെ നമ്മൾക്ക് പുട്ടുണ്ടാക്കി കൊടുക്കും, ഇടിയപ്പം, എന്ത് ചെയ്യണം, ചപ്പാത്തി മാവിൻ്റെ കൂടെ 2 സ്പൂൺ ആഡ് ചെയ്യുക. അപ്പോൾ അവരറിയാതെ തന്നെ ഉള്ളിൽ പോകും. നമ്മൾക്ക് അതാണല്ലോ ഹാപ്പി ഉണ്ടാകുക. എന്താണ് കുട്ടികൾക്ക് എപ്പോഴും ആരോഗ്യമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വിധത്തിൽ നമ്മൾ നമ്മൾ സാധാ ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കും, വെജിറ്റബിൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ അറിയാണ്ട് അതിലും കുറച്ച് ആഡ് ചെയ്യും. എന്നിട്ട് അപ്പോൾ അറിയില്ല, അതിൻ്റെ ടേസ്റ്റൊന്നും അറിയില്ല, അപ്പോൾ അങ്ങനെ ഉള്ളിൽ പോകും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് നിത്യോപയോഗ ഫുഡിൽ കൂടെ തന്നെ അറിയാതെ നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക്. അതുമാതിരി വയസ്സായവർക്കാണെങ്കിലും ഇപ്പോൾ ചോറും ഇതൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇത് ബാലൻസിങ് ആയിട്ട് അതിൻ്റെ പകരമായിട്ട് നമ്മൾക്ക് കുറുക്കിയിട്ട് കൊടുത്തിട്ട് കഴിപ്പിക്കാം. നല്ലൊരു സംഭവമാണ്. വീട്ടമ്മയായ ഷീബാമ ഉള്ള ചെന്നൈയിലാണ്. എനിക്കൊന്ന് ചെന്നൈ മലയാളികളിലാണ് ആദ്യമായിട്ട് ഈ പ്രോഡക്റ്റ് എത്തുന്നത് അല്ലേ? ചെന്നൈ മലയാളികളിലും ഞാൻ ഫസ്റ്റ് ഫ്രണ്ട് സർക്കിൾ കൊടുത്തു. പിന്നെ നമ്മൾ നാട്ടിൽ സംസാരിച്ചപ്പോൾ നാട്ടിലും കുറച്ച് പേര് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പ്രസാട്ട് ഇങ്ങനെ ഉഗാണ്ട അവിടെയൊക്കെ പോകുമ്പോൾ ഫ്രണ്ട് സർക്കിളിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരുത്തർ ബ്രാഹ്മിൻസ് അവർ വന്നിട്ട് അവരുടെ കൊച്ചുമക്കൾ വന്നിട്ട് അമേരിക്കയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു സംഭവം കഴിച്ചിട്ട് ഇതന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിന്ന് സ്പെഷ്യലായി പറഞ്ഞുണ്ടാക്കിയിട്ട് കൊടുക്കും. വയനാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ചാർജ് പ്ലസ് കൊറിയർ ചാർജ് അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. കസ്റ്റമർ കൊറിയർ ചാർജ്. ഇപ്പം ഞാൻ തൽക്കാലം 1/4 കിലോ ആയിട്ടാണ് പാക്ക് ചെയ്യണത്. അല്ല നമ്മൾക്കിപ്പോൾ 1/2 കിലോ വേണം, 1 കിലോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പാക്ക് ചെയ്ത് കൊടുക്കും. ഇല്ല ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പാക്ക് ചെയ്ത് കൊടുക്കും. കസ്റ്റമറിൻ്റെ നീഡിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഇനിയൊരു എന്താ പറഞ്ഞാൽ ചില ആൾക്കാർക്ക് വന്നിട്ട് ഇതിൽ ഇന്ന ഇൻഗ്രീഡിയൻസ് സെറ്റാകാത്ത ആൾക്കാരുണ്ടാവും. ചിലർ ചോദിക്കും ഷുഗറിന് കുടിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഡൗട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ
ഷുഗറിനൊക്കെ നമ്മൾക്ക് മധുരം ഇല്ലാണ്ട് ചെറുതായിട്ട് മധുരം ഇട്ടിട്ട് കഴിക്കുക, അല്ലാതെയും നമുക്ക് ഉപ്പിട്ടിട്ടാണെങ്കിലും തൈര് ഒഴിച്ചിട്ടാണെങ്കിലും അങ്ങനെ കഴിക്കുക. ഷുഗറിനൊക്കെ നല്ല സംഭവം തന്നെയാണ്. ഇനി ചിലവർക്ക് അതിലും നോക്കുന്ന ആൾക്കാർ എന്താണെന്ന് പറഞ്ഞാൽ ചില ഇൻഗ്രീഡിയൻസ് അവർക്ക് സെറ്റാകില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാലും അതിന് മാറ്റിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ശിവാമാവിനെ പരിചയപ്പെട്ടതിൽ നല്ലൊരു ഇന്റർവ്യൂ തന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ അതോടൊപ്പം തന്നെ നിക്കീസ് കഫയുടെ ഒരു സീരീസാണ്. ഇത്തരത്തിലുള്ള വുമൺ സംരംഭകരെയൊക്കെ നമ്മൾ ഇനി വരും സമയങ്ങളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീണ്ടും മറ്റു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്ത് മിക്സ് ഡ്രിങ്ക് ആണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് വെള്ളം, പാല്, നാട്ടുചക്കര, ഹെൽത്ത് മിക്സ് പൗഡർ. ആദ്യം നമ്മളൊരു പാത്രം എടുത്തിട്ട് പാലും വെള്ളവും കൂടി മിക്സ് ആയിട്ടുള്ളൊരു അര ഗ്ലാസ് പാല്, അര ഗ്ലാസ് വെള്ളം, അത് രണ്ടും കൂടി നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് 1 സ്പൂൺ ഹെൽത്ത് മിക്സ് പൗഡർ ആഡ് ചെയ്യുക. കട്ട ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് ലാസ്റ്റ് വരുമ്പോൾ ഇതുണ്ടാവില്ല. പാല്, വെള്ളം, ഹെൽത്ത് മിക്സ് കൂടിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള കട്ട ഇല്ലാതെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു ഇതാക്കുക. എന്നിട്ട് നമുക്ക് അതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തിക്കാവും. നമ്മൾ തിക്കാവും എന്നുള്ളൊരിതിൽ കുറച്ചും കൂടി വേണമെങ്കിൽ പാല് ഒഴിച്ചു കൊടുക്കാം. ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. 2-3 സ്പൂൺ ഇടാം. മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് നാട്ടുചക്കര കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലോണം ഇളക്കുക. ഇളക്കി ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മാക്സിമം. അതിൻ്റെ ഉള്ളിൽ ഹെൽത്ത് ഡ്രിങ്ക് റെഡിയായി. കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ വെന്ത് വന്നാൽ നമുക്ക് തീ ഓഫാക്കാം.